അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഇവിടുന്ന് താഴോട്ട് 2.5 ഇഞ്ചില് നമ്മളൊരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട് പറഞ്ഞത് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ അടിച്ച് മറിക്കില്ല കേട്ടാ, കോളർ വെക്കാനുള്ളതാണ്. അപ്പൊ അത് കാരണം നമ്മൾ അടിച്ച് മറിക്കില്ല, ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വെക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്ലീവിന്റെ അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇതേപോലെ നമ്മൾ 2.5 ഇഞ്ചിലെ ഒരു വി ഷേപ്പ് നമ്മൾ ക്യാൻവാസിൽ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് അടിച്ച് മറിച്ചു കൊടുക്കണം. അപ്പൊ ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ആദ്യം ഈ ക്യാൻവാസിന്റെ അരികുവശത്തേക്ക് ഇതുപോലെ ഈ ക്ലോത്ത് ഒക്കെ ഇങ്ങനെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഇത് കുറച്ച് വീതിയിൽ ഉള്ള കാരണമാണ്. പിന്നെ ഈ ബാലൻസ് വന്ന ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. ഇനി ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന്റെ സെന്റർ നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു, നോച്ചസ് ഇട്ട് കൊടുത്തു. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ നെക്കിലും നമ്മൾ എന്തിട്ടിട്ടുണ്ട്, നോച്ചസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഇതേപോലെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ആദ്യം ഇതിന്റെ സെന്ററിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ആദ്യം ഇതിന്റെ സെന്ററിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തു. നമുക്ക് ക്യാൻവാസിനോട് ചാരിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇങ്ങോട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ ഈ സൈഡിലും നമ്മൾ ക്യാൻവാസിൽ ചാരിയിട്ട് ക്ലോത്ത് ചുളിയാതെ ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ കൊടുക്കുക. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് ഇതേപോലെ നമ്മൾ മറിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് നീറ്റായിട്ട് തന്നെ നമ്മുടെ നെക്കിൽ നമുക്ക് ആ വി ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഉണ്ടോ, ഇതേപോലെ നമുക്ക് നീറ്റായിട്ട് വി ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതിന്റെ മേലക്കൂടെ നമ്മളൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഉണ്ടോ, ഇതേപോലെയാണ് നമ്മുടെ നെക്ക് ഉണ്ടാവുക. അപ്പൊ കോളർ ഇവിടെ വന്നിട്ട് അവസാനിക്കും. ഇവിടെ ചെറിയൊരു വി ഷേപ്പ് ഉണ്ട്. ഇവിടുന്ന് താഴേക്ക് നമുക്ക് ഷോ ബട്ടൺസ് വെച്ചു കൊടുക്കാം.
അപ്പൊ നമ്മുടെ കുർത്തിയുടെ ഫുള്ള് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാനുള്ളത്. അപ്പൊ അതിന് ആദ്യം നമ്മൾ ക്യാൻവാസില് കോളറിന്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ അത് എത്രയാണ് മെഷർമെന്റ് എന്നുള്ളത് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഫുള്ളായിട്ട് ആദ്യം റൗണ്ടിൽ ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട്. നമുക്കിതൊന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം ആദ്യം. ഇതാണ് നമ്മുടെ ബാക്ക് നെക്കിന് സൈഡ്. അപ്പൊ നമുക്ക് ഒരു സൈഡത്തെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന് റൗണ്ട് മെഷർ ചെയ്യാനായിട്ട്. 1/4 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ എലവൻസ് പോകും കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് 9 ഇഞ്ചിന്റെ ഒരു സൈഡ്. അപ്പൊ 9 9 18 ഇഞ്ച് നമുക്ക് കിട്ടണം ഫുള്ളായിട്ട്. ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് നീളം വരുന്നതും വീതി വരുന്നത് ഒരു 12 ഇഞ്ച് 13 ഇഞ്ചില് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു ഫോൾഡ് ചെയ്തിട്ട് ഒരു 12.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എങ്ങനെ കോളറ് മാർക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ക്ലോസ്ഡ് ആയ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ എത്രയാണോ നെക്കിന്റെ വീതി എടുത്തത് വെച്ചാല് ആ നെക്കിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3.25 ഇഞ്ചാണ് എടുത്തത്. ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം നെക്കിന്റെ ലെങ്ത് ഞാൻ എടുത്തത് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ആ 4 ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ 3.25 ഇഞ്ചും ഇവിടെ 4 ഇഞ്ചുമാണ് ഞാൻ നെക്കിന്റെ ലെങ്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കിന്റെ വീതി ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് കേട്ടോ. 3.25 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഈ നെക്കിനെ ഒന്ന് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക ഇതേപോലെ. ഇവിടുന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്ക് നമ്മൾ അളവ് എടുത്തപ്പോ നമുക്ക് കിട്ടിയത് കോളറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇഞ്ചാണ് 9 ഇഞ്ച് അല്ലെ. അപ്പൊ നമുക്ക് 9 ഇഞ്ച് കറക്റ്റ് ഇവിടെ കിട്ടുന്നത് എവിടെയാണെങ്കിൽ അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്രയാണോ കോളറിന്റെ വീതി 1 ഇഞ്ചോ 3/4 ഇഞ്ചോ എത്രയാണോ വീതി വെച്ചാല് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 1 ഇഞ്ച് ഇതേപോലെ നിങ്ങൾ കോളറിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. 3/4 ഇഞ്ച് വേണമെങ്കിലും മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തു. നമുക്കിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതവിടെ അളന്ന് 1 ഇഞ്ച് ക്യാൻവാസിന്റെയും കൊടുത്തിട്ട് നമ്മളിതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നിങ്ങൾക്ക് 3/4 ഇഞ്ച് വേണമെങ്കിൽ 3/4 ഇഞ്ചില് ക്യാൻവാസിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മുടെ കോളർ. ഇനി നമ്മളിത് ഒരു പേപ്പറിൽ, അതായത് ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കണം. കണ്ടോ, നെക്ക് കറക്റ്റ് ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും നമുക്ക് കേട്ടോ. സ്റ്റിക്ക് ചെയ്തിട്ട് കാണിക്കും. ക്യാൻവാസ് ഒരു ക്ലോത്തിൽ ചീത്ത വശത്ത് നമ്മൾ അയൺ ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ നന്നായിട്ട് അയൺ ചെയ്തിട്ട് എടുക്കാം. ചെയ്തെടുത്ത് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ചില് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. മേൽഭാഗം അങ്ങനെ തന്നെ വെക്കാം. താഴ്ഭാഗത്ത് നമ്മൾ നമുക്ക് ചാരിട്ട് അടിക്കാനുള്ള ഒരിതില് ഒരു 1/4 ഇഞ്ചില് ഇതേപോലെ ചുറ്റുഭാഗവും നമ്മൾ ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു പീസും കൂടി ആവശ്യമുണ്ട്. ഇതിനെ ഇതുപോലെ വെച്ചിട്ട് അടിച്ചിട്ട് മറിക്കാനായിട്ട്. പിന്നെ നമുക്കിത് ചാരിയിട്ടൊന്ന് അടിച്ചെടുക്കാം.
എക്സ്ട്രാ ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഇനി ഇതുമ്മക്കോടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അതിന്റെ ചുറ്റും 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇതേപോലെ നമ്മൾ ചുറ്റുഭാഗവും 4 ഇഞ്ച് തയ്യൽ തുമ്പിടുക. എന്നിട്ട് നമ്മൾ ബാക്കി ക്ലോത്തിനെ ഇനി നമ്മളിവിടെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക, നമുക്കിത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം, നമുക്കിത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ക്ലോത്ത് എക്സ്ട്രാ ഇടുക. 4 ഇഞ്ച് നമുക്കിത് അവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനുള്ളൊരു എലവൻസ് 4 ഇഞ്ച് ഇട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതേപോലെ സെന്റർ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. കണ്ടോ, അതുപോലെ. ഇനി നമ്മൾ ഇതേപോലെ ഇതിനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ ഉള്ളിൽക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഭാഗത്താട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് വരിക. ഞാൻ ആ സ്റ്റിച്ച് അഴിച്ചെടുത്തതാണ്.
ഇതേപോലെ നമ്മൾ കോളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു കൂടെയും കൂടി ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു പ്രസ് സ്റ്റിച്ചും കൂടി നമുക്ക് ഇങ്ങനെ അറ്റത്തു കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് കോളർ ഇവിടെ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നെക്കിന്റെ കറക്റ്റ് മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് കോളർ തികയാതിരിക്കുക. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാനിക്യൂണിൽ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നോ. ഇവിടെ നമ്മൾ ഫ്ലാറ്റ് കോളർ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ റൗണ്ട് വന്നിട്ട് വി ആണ് കൊടുത്തത്. പിന്നെ താഴേക്ക് നമ്മൾ 3 ഷോ ബട്ടണും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സ്ലീവ് ഇതാ 3/4. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക.